ഇന്നലെ വിഷുദിനം പുലർന്നപ്പോൾ കേട്ട വാർത്ത. പൊന്നാനിയിലെ പ്രവാസി രാജീവിന്റെ അടച്ചിട്ട വീട്ടിൽ കവർച്ച. നഷ്ടപ്പെട്ടത് കോടികളുടെ മുതൽ. 350 പവൻ സ്വർണം. വീട്ടുജോലിക്കെത്തിയ ആളാണ് മോഷണം നടന്നെന്ന് ആദ്യം കണ്ടെത്തിയത്. പിന്നാലെ വിദേശത്തുനിന്ന് രാജീവ് എത്തി. പോലീസിൽ പരാതി നൽകി. മലപ്പുറം എസ്.പിയുടെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. നാട്ടുകാരും ബന്ധുക്കളുമടക്കം സംശയനിഴലിലായി. പല ചോദ്യങ്ങൾ പല വഴിക്കു കേട്ടു. അടച്ചിട്ട വീട്ടിൽ ഇത്രയും സ്വർണം എന്തിന് സൂക്ഷിച്ചെന്നായി? വീട്ടിലെ ലോക്കറിൽ കോടികളുടെ മുതലുണ്ടെന്ന് ആരറിഞ്ഞു? മാസങ്ങൾ പലത് കഴിഞ്ഞു. ചിലർ കസ്റ്റഡിയിലെന്നും ചോദ്യം ചെയ്യലിനായി എത്തിയെന്നുമൊക്കെ കേട്ടതല്ലാതെ കേസുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനയും പുറത്തേക്കെത്തിയില്ല. പക്ഷേ അന്വേഷണ സംഘം വിദഗ്ധമായി ചിലരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. 3 മാസമായിട്ട് എക്സാക്ട്ലി പറഞ്ഞാൽ കഴിഞ്ഞ 2.5 മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മോഡിലാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ബഹളങ്ങളില്ലാതെ വളരെ സൈലൻ്റായിട്ട് ഇത്രയും വലിയൊരു ടീം ഇതിൻ്റെ പുറകെ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് സുഹൈൽ എന്ന പേരിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. പൊന്നാനി സ്വദേശി. തൃശൂരും പാലക്കാടും വിവിധ സ്റ്റേഷനുകളിൽ വാഹനമോഷണ കേസിലടക്കം പ്രതി. സുഹൈൽ 50-ലധികം മോഷണ കേസിലെ പ്രതിയാണ്. ഞാൻ പാലക്കാടും തൃശ്ശൂരും ഇരിക്കുമ്പോഴും അപ്പോൾ അവിടെയും കേസുകളിൽ എൻ്റെ ടീം തന്നെ പിടിച്ച പ്രതിയാണ്. അങ്ങനെ സുഹൈലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. കവർച്ച നടത്തിയെന്ന് ഉറപ്പിച്ചു. ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതും അന്വേഷണ പരിധിയിൽ തന്നെയാണ്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടമാണ് കഴിഞ്ഞതെന്ന് പോലീസ്. ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു 20 ദിവസത്തിന് ശേഷം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സുഹൈലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ്. മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയേണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റോറികൾ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ഇവരുടെ മറ്റ് അക്കംപ്ലിസസിൻ്റെ കാര്യത്തിനെക്കുറിച്ചുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും മുഖവിലേക്ക് എടുത്തിട്ടില്ല. അന്വേഷണം നല്ല രീതിയിൽ അതിനെയും മുന്നോട്ട് പോകേണ്ടതല്ല. പൊന്നാനിക്കാരനായ നാസറിലേക്കും അന്വേഷണമെത്തി. പക്ഷേ കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. നാസർ ചോദ്യം ചെയ്യലിനോട് കാര്യമായി സഹകരിക്കുന്നില്ല. അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി, ഇയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല. എന്നിരിക്കലും ആളുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീഡ്സ്, അതിനുശേഷം ഇതിൻ്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ. അപ്പോഴാണ് മനോജ് എന്ന പാലക്കാട് സ്വദേശിയിലേക്ക് പോലീസ് എത്തുന്നത്. പാലക്കാട്ടെ കോടതികളിൽ നിന്ന് സുഹൈലിന്റെ കേസുകളിൽ ജാമ്യമെടുത്ത് കൊടുത്തയാളെന്ന വിവരത്തിൽ നിന്നും മനോജിന് നേരിട്ട് കവർച്ചയിൽ പങ്കില്ല. മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. മനോജ് തന്നെയാണ് സുഹൈലിന് ഇതിനു മുന്നത്തെ പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നു. നിലവിൽ 1200 ഗ്രാം സ്വർണവും 7.5 ലക്ഷം രൂപയും 2 ഇലക്ട്രിക് സ്കൂട്ടറുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ കവർച്ച സുഹൈൽ ഒറ്റയ്ക്ക് ചെയ്തെന്ന് അവിശ്വസിക്കേണ്ട കാര്യമില്ലത്രേ. അയാളുടെ ക്രൈം ഹിസ്റ്ററി അങ്ങനെയാണ്. പോലീസിന്റെ അന്വേഷണം തുടരുകയാണിപ്പോഴും. കസ്റ്റഡിയിലുള്ള 3 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനത്തെ ക്രൈമുകൾ നമുക്ക് ഇനീഷ്യൽ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അണ്ടർഗ്രൗണ്ട് പോയതിന് ശേഷം അവരെ സ്വയവിഹാരത്തിന് സമയം കൊടുക്കാന്നുള്ളതാണ്. അതാണ് എൻ്റെ ടീം ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉപയോഗിച്ചത്. ഈ സാധ്യതയുള്ള ഡിസ്പോസലിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം. അപ്പോൾ അതിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് പലപ്പോഴും പുറത്ത് വരുന്ന അല്ലെങ്കിൽ ലീഡുകൾ കിട്ടാനുള്ള സാധ്യത. അത് വളരെ എഫക്റ്റീവായിട്ട് അവർ യൂസ് ചെയ്തു എന്നുള്ളത് തന്നെ. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.